നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് പറയാൻ പോകുന്നത് കുമാരനല്ലൂരിൻ്റെ ഐതിഹ്യമാണ്. ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന്. കാരണം പണ്ട് നമ്മുടെ മധുരയിലെ ദേവിയുടെ രത്നഖചിതമായ മൂക്കുത്തി കാണാതെ പോയി. അത് വലിയ വിഷയമല്ലേ. ഭഗവതിയുടെ മൂക്കുത്തി കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ ആരാ എടുക്കണേ? വേറെ ആർക്കും ശ്രീകോവിലിൽ കയറി അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശാന്തിക്കാരനെയാണ് അതിൻ്റെ കുറ്റക്കാരനാക്കിയത്. അതങ്ങനെയല്ലേ വരുള്ളൂ. പാണ്ഡ്യരാജാവ് വേഗം ശാന്തിക്കാരനോട് പറഞ്ഞു, 41 ദിവസത്തിനുള്ളിൽ ഈ മൂക്കുത്തി കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ നിൻ്റെ തല കഴുത്തേലിരിക്കില്ല, അതായത് നിന്നെ വധിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടു അദ്ദേഹത്തിന് ആരോടാ പറയാൻ പറ്റുക? രാജകൽപ്പനയ്ക്ക് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം ഭഗവതിയോട് തന്നെ പറഞ്ഞ് രാവും പകലും അമ്മയെ രക്ഷിക്കണേ, എനിക്കെന്താ ചെയ്യണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയുടെ കാൽക്കൽ തന്നെ ഇരുന്ന് കരഞ്ഞും പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിവേദനങ്ങളൊക്കെ നടത്തി. അങ്ങനെ 39 ദിവസമായി. 41 പറഞ്ഞിരിക്കണേ. 39ാമത്തെ ദിവസം രാത്രിയിൽ കിടന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഉറക്കത്തിലൊരു അശരീരിയാണോ അതേ വല്ലവരും പറഞ്ഞാണ്, അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല. നല്ല ഉറക്കത്തിലല്ലേ ഇത്. ഉടനെ തന്നെ പറഞ്ഞു, എഴുന്നേക്കൂ, എന്നിട്ട് വേഗം ഈ നാട് വിട്ടു പൊക്കോളൂ, ഓടിക്കൊള്ളണം എന്ന് പറഞ്ഞു. കാരണം രാജാവ് വെറുതെ വിടില്ല, അതുകൊണ്ട് ആരും പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഉള്ള നേരത്തെ ഈ നാട് വിട്ടോളാൻ പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ പറയണ കേട്ടു. വേഗം ഇദ്ദേഹം തീരുമാനിച്ചു, ദേവി തന്നെയായിരിക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞേ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഇറങ്ങി ഓടി. ഓടിയിട്ട് നോക്കും, ഇദ്ദേഹം ഓടിയപ്പോണ്ടല്ലോ കൂടെ ഒരു സ്ത്രീയും കൂടെ ഓടുന്നുണ്ട്. അദ്ദേഹം നോക്കിയില്ല, കാരണം അത് നോക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. ആരോ കൂടെ വരുന്നുണ്ട്. അപ്പം പറഞ്ഞ്, നിന്നെ ഇത്രയും നാളും എന്നെ പൂജിച്ച് ശുശ്രൂഷിച്ച നിന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തന്നെ എങ്ങനെയാണ് എവിടെ ഇരിക്കണേ, ഞാനും കൂടെ വരുവാന്നും പറഞ്ഞു. അപ്പം അമ്മയാണ്. അങ്ങനെ നമ്മുടെ മേൽശാന്തിയും അമ്മയും കൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഇയാൾ ഓടി തളർന്നു. കാരണം ഓടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭടന്മാരറിയോ, എന്തെങ്കിലും ചാരന്മാരറിയോ, എന്തെങ്കിലും ചെയ്ത് അന്നേരം തന്നെ അയാളുടെ കഥ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഓടി. ഈ അമ്മയും ഒരു സ്ത്രീയും കൂടി ഓടി. ഇങ്ങനെ ഓടി അവസാനം തളർന്നു ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നോക്കിയപ്പോൾ ഒരു വഴിയമ്പലം കണ്ടു. ഈ തളർച്ചയും ക്ഷീണവും ഉറക്കവും എല്ലാം കൂടെ ഒന്നും ശ്രദ്ധിച്ചില്ല, അതിൻ്റെ കയറി കിടന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇത് എവിടെയാണെന്ന് മനസ്സിലായത്. അത് ചേരമാൻ പെരുമാൾ പണിത ഒരു അമ്പലമാണത്. പക്ഷെ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. മുരുകൻ്റെ പ്രതിഷ്ഠ, സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ നടത്താനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നോക്കിയപ്പോഴുണ്ടല്ലോ, രാവിലെ ഇദ്ദേഹം നോക്കിയപ്പം കാണുന്ന സർവാഭരണ വിഭൂഷിതയായിട്ട് മഹാദേവി ആ ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഉടനെ തന്നെ ആൾക്കാരെയൊക്കെ കൂട്ടി ഇല്ലേ, എല്ലാവരും വന്നു നോക്കിയപ്പോഴുണ്ട്. രാജാവ് വന്നു നോക്കിയപ്പോഴെന്താ, അതിനകത്ത് പ്രതിഷ്ഠ സ്വയം വന്നു കഴിഞ്ഞു. കാരണം ഇനി സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയ്ക്ക് അവിടെ പ്രസക്തിയില്ല, അമ്മ കയറി ഇരുന്ന് കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നു? ഒന്നുമില്ല. അങ്ങനെ അവിടെ പ്രതിഷ്ഠ ദേവിയായി. അപ്പോൾ കുമാരന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരുന്നത്. പക്ഷേ അത് കുമാരനല്ല ഊര്. ഇപ്പോൾ ആർക്കാ ഊര്? ദേവിക്കാണ്. അതുകൊണ്ടാണ് കുമാരനല്ല ഊര് എന്നുള്ളതാണ് അവസാനം കുമാരനല്ലൂർ എന്നുള്ളതായി തീർന്നു എന്നാണ് ഐതിഹ്യം. ഇനി വേറൊരു കഥയുമായി അടുത്ത് തന്നെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.